ഹലോ, വെൽക്കം ടു മൈ ട്യൂട്ടർ കേരള. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 1500 അറബി വാക്കുകൾ മനഃപ്പാടമാക്കാം എന്ന ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ച് ആക്റ്റീവ് റീകോളിംഗ്, സ്പേസ്ഡ് റെപ്പറ്റിഷൻ തുടങ്ങിയ നൂതന പഠനമാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ ഈ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാക്ടിക്കൽ ഭാഗം വിശദീകരിക്കുകയാണ് ഈയൊരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്നതുപോലെയാണ് ആപ്ലിക്കേഷനിൽ നമുക്ക് പഠിക്കാനായി വാക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു സമയം ഒരു വാക്ക് മാത്രമാണ് നമുക്ക് മുന്നിൽ ഫ്ലാഷായി വരികയുള്ളൂ. സ്ക്രീനിൽ കാണുന്ന അഹ്യാനൻ എന്ന വാക്കിന്റെ മലയാളമർത്ഥമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഈ വാക്കിന്റെ ഉച്ചാരണവും അതിന്റെ അർത്ഥവും നമുക്കറിയുമോ എന്ന് സ്വയം പരിശോധിക്കുക. അതിനുശേഷം താഴെ നൽകിയിട്ടുള്ള ഷോർ ആൻസർ എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ സ്ക്രീനിൽ അഹ്യാനൻ എന്ന വാക്കിന്റെ മലയാളമർത്ഥമായിട്ടുള്ള ചിലപ്പോഴെന്ന വാക്കാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. അതിന്റെ തൊട്ടുതാഴെ അഹ്യാനൻ എന്ന വാക്കുപയോഗിച്ചുള്ള ഒരു ഡെയിലി യൂസിംഗ് സെന്റൻസും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അഹ്യാനൻ എന്ന വാക്കിന്റെ തൊട്ടടുത്തായി ഒരു പ്ലേ ബട്ടണും നൽകിയിട്ടുണ്ട്. ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ വാക്കിന്റെ യഥാർത്ഥ ഉച്ചാരണം കേൾക്കാവുന്നതാണ്. ഇവിടെ സ്ക്രീനിന്റെ ചുവടെയായി 4 പുതിയ ഓപ്ഷനുകൾ നമുക്ക് കാണാം. എഗെയിൻ, ഹാർഡ്, ഗുഡ്, ഈസി എന്നിവയാണവ. ഇതിൽ എഗെയിൻ എന്ന ബട്ടൺ നാം അമർത്തിയാൽ അഹ്യാനൻ എന്ന ഈ വാക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ വീണ്ടും റിവിഷനായി വരുന്നതായിരിക്കും. അതുപോലെ ഹാർഡാണ് നാം ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പദം 6 മിനിറ്റിനുള്ളിൽ വീണ്ടും റിവിഷനായി വരും. ഗുഡ് എന്ന ബട്ടൺ അമർത്തിയാൽ 10 മിനിറ്റിനുള്ളിൽ വീണ്ടും റിവിഷനായി വരുന്നതായിരിക്കും. എന്നാൽ ഈസി എന്ന ബട്ടണാണ് നാം അമർത്തുന്നത് എങ്കിൽ ഈ വാക്ക് 4 ദിവസത്തിനു ശേഷമായിരിക്കും വീണ്ടും നമുക്ക് മുന്നിൽ റിവിഷനായി വരികയുള്ളൂ. ഇനി എപ്പോഴാണ് ഈ 4 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കണമെന്ന് നോക്കാം. അഹ്യാനൻ എന്ന ഈ പദത്തിന്റെ അർത്ഥം എനിക്കൊട്ടും തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എഗെയിൻ എന്ന ഈ ബട്ടനാണ്. ഈ രീതിയിൽ എഗെയിൻ എന്ന ബട്ടൺ അമർത്തിയാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വാക്ക് വീണ്ടും എനിക്ക് മുന്നിൽ റിവിഷനായി വരും. എന്നാൽ ഈ പദത്തിന്റെ അർത്ഥം ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണ് കണ്ടെത്തിയതെങ്കിൽ ഞാൻ അമർത്തേണ്ടത് ഹാർഡ് എന്ന ഈ ബട്ടനാണ്. ഈ ബട്ടൺ അമർത്തിയാൽ അഹ്യാനൻ എന്ന പദം 6 മിനിറ്റിനുള്ളിൽ തന്നെ വീണ്ടും റിവിഷനായി വരും. എന്നാൽ അഹ്യാനൻ എന്ന ഈ പദം എനിക്കറിയാമെങ്കിൽ ഞാൻ അമർത്തേണ്ടത് ഗുഡ് എന്ന ഈ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വാക്ക് വീണ്ടും എന്റെ മുന്നിൽ റിവിഷനായി വരുന്നതായിരിക്കും. എന്നാൽ ഈ വാക്ക് എനിക്ക് നല്ല രീതിയിൽ മനഃപ്പാടമാണെങ്കിൽ ഞാൻ അമർത്തേണ്ടത് ഈസി എന്ന ഈ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ അമർത്തിയാൽ 4 ദിവസം കഴിഞ്ഞാണ് ഈ വാക്ക് വീണ്ടും എന്റെ മുന്നിൽ റിവിഷനായി വരികയുള്ളൂ. ഈ രീതിയിൽ നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരുന്ന ഈ വാക്ക് എത്ര കണ്ട് നമുക്ക് ഓർമ്മിക്കാൻ പ്രയാസമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താഴെ കാണുന്ന 4 ഓപ്ഷനുകളിൽ ഒന്നിനെ നാം തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ അഹ്യാനൻ എന്ന വാക്കിന്റെ മലയാളമർത്ഥം ചിലപ്പോഴെന്നതാണെന്ന് എനിക്കൊട്ടും തന്നെ അറിയാത്തതിനാൽ ഞാൻ എഗെയിൻ എന്ന ഈ ബട്ടനാണ് അമർത്തുന്നത്. അടുത്ത വാക്ക് വന്നിട്ടുള്ളത് ഖറാറുൻ എന്നതാണ്. ഈ വാക്കിന്റെ ഉച്ചാരണവും അതിന്റെ മലയാള അർത്ഥവും നമുക്കറിയുമോ എന്ന് സ്വയം പരിശോധിക്കുക. അതിനുശേഷം താഴെയുള്ള ഷോ ആൻസർ എന്ന ബട്ടൺ അമർത്തുക. ഖറാറുൻ എന്നതിന്റെ ഉച്ചാരണവും അതിന്റെ അർത്ഥമായിട്ടുള്ള തീരുമാനമെന്ന വാക്കും ഇവിടെ വന്നിട്ടുണ്ട്. ഖറാറുൻ എന്ന വാക്ക് എനിക്കൊട്ടും അറിയാത്തതിനാൽ ഞാൻ എഗെയിൻ എന്ന ബട്ടനാണ് അമർത്തുന്നത്. അടുത്തതായി അഹ്യാനൻ എന്ന വാക്ക് വീണ്ടും നമ്മുടെ മുന്നിൽ ഫ്ലാഷായി വന്നിട്ടുണ്ട്. ഈ വാക്ക് തൊട്ടുമുന്നേ നമ്മൾ പഠിച്ച വാക്കാണ്. എന്നാൽ അതിന്റെ മലയാള അർത്ഥം എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഷോ ആൻസർ എന്ന ബട്ടൺ അമർത്തുന്നു. അഹ്യാനൻ എന്നതിന്റെ അർത്ഥം ചിലപ്പോൾ എന്നതാണെന്ന് എനിക്കിനിയും അറിയാത്തതിനാൽ ഞാൻ എഗെയിൻ എന്ന ബട്ടണാണ് വീണ്ടും അമർത്തുന്നത്. അടുത്ത പദം ഫ്ലാഷായി വന്നിട്ടുള്ളത് ഖറാറുൻ എന്നതാണ്. ഈ വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, എങ്കിലും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടുതന്നെ ഞാൻ ഷോ ആൻസർ അമർത്തുന്നു. ഖറാറുൻ എന്നതിന്റെ മലയാളാർത്ഥം തീരുമാനം എന്നതാണ്. ഈ വാക്ക് എനിക്ക് ഓർമ്മയിൽ കിട്ടാത്തതിനാൽ എഗെയിൻ ആണ് ഞാൻ വീണ്ടും അമർത്തുന്നത്. അഹ്യാനൻ എന്നതാണ് അടുത്ത പദമായി വന്നിട്ടുള്ളത്. ഇത് 2ാം തവണയാണ് ഈ പദം നമുക്ക് മുന്നിൽ ഫ്ലാഷായി വരുന്നത്. അഹ്യാനൻ എന്നതിന്റെ മലയാള അർത്ഥം ചിലപ്പോൾ എന്നതാണെന്ന് തൊട്ടുമുന്നേ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിയാണോ എന്ന് നോക്കാൻ ഷോ ആൻസർ എന്നത് സെലക്ട് ചെയ്യുന്നു. അഹ്യാനൻ എന്നതിന്റെ അർത്ഥം ചിലപ്പോൾ എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഗുഡ് എന്ന ഈ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അടുത്ത പദം വന്നിട്ടുള്ളത് തജ്രിബത്തുൻ എന്നതാണ്. ഈ വാക്കിന്റെ മലയാളമർത്ഥം എനിക്കറിയില്ല. അതുകൊണ്ട് ഷോ ആൻസർ അമർത്തുന്നു. തജ്രിബത്തുൻ എന്നതിന്റെ അർത്ഥം പരിചയം എന്നതാണ്. അറിയാത്ത വാക്കായതുകൊണ്ട് എഗെയിൻ എന്ന ബട്ടണാണ് അമർത്തുന്നത്. ഇവിടെ അടുത്ത വാക്ക് വന്നിട്ടുള്ളത് ഹല്ലുൻ എന്നതാണ്. ഈ വാക്കിന്റെ അർത്ഥം എനിക്കറിയില്ല.
അതുകൊണ്ട് ഷോ ആൻസർ എന്നത് അമർത്തുന്നു. ഹല്ലുൻ. ഹല്ലുൻ എന്നതിന് മലയാളത്തിൽ പറയുന്നത് പരിഹാരം എന്നതാണ്. ഈ വാക്ക് എനിക്കറിയാത്ത പദമായതുകൊണ്ട് ഞാൻ എഗെയിൻ എന്ന ബട്ടൺ അമർത്തുന്നു. അടുത്ത പദം വന്നിട്ടുള്ളത് ഖറാറുൻ എന്നതാണ്. ഇത് രണ്ടാം തവണയാണ് ഈ ഒരു വാക്ക് നമ്മുടെ മുന്നിൽ ഫ്ലാഷായി വരുന്നത്. ഖറാറുൻ എന്നതിന്റെ മലയാള അർത്ഥം തീരുമാനം എന്നതാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഷോ ആൻസർ അമർത്തുന്നു. ഖറാറുൻ എന്നതിന്റെ അർത്ഥം തീരുമാനം എന്നത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ ഗുഡ് എന്ന ഈ ഓപ്ഷൻ അമർത്തുന്നു. അടുത്ത വാക്ക് വന്നിട്ടുള്ളത് തജ്രിബത്തുൻ എന്നതാണ്. ഇതും തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഓർമ്മയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഷോ ആൻസർ എന്ന് അമർത്തുന്നു. തജ്രിബത്തുൻ എന്നതിന്റെ മലയാള അർത്ഥം പരിചയം എന്നതാണ്. എനിക്കറിയാത്ത വാക്കായതുകൊണ്ട് എഗെയിൻ എന്ന ബട്ടനാണ് അമർത്തുന്നത്. അടുത്ത വാക്ക് വന്നിട്ടുള്ളത് ഹല്ലുൻ എന്നതാണ്. ഈ വാക്ക് തൊട്ടുമുന്നേ നാം പഠിച്ചിട്ടുള്ളതാണ്. പരിഹാരം എന്നതാണ് ഇതിന്റെ മലയാളം അർത്ഥം. ശരിയാണോ എന്നറിയുന്നതിനു വേണ്ടി ഷോ ആൻസർ എന്നത് അമർത്തുന്നു. ഹല്ലുൻ എന്നതിന് മലയാളത്തിൽ പറയുന്നത് പരിഹാരം എന്നതാണ്. ഇത് ശരിയായതുകൊണ്ട് ഞാൻ ഗുഡ് എന്ന ബട്ടൺ അമർത്തുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ഫ്ലാഷ് കാർഡ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് പ്രയാസമുള്ള വാക്കുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി തവണ നമുക്ക് മുന്നിൽ റിവിഷനായി വരുന്നതിലൂടെ ഈസിയായി മനഃപ്പാടമാക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. അതോടൊപ്പം നാം ഇന്ന് പഠിച്ചിട്ടുള്ള വാക്കുകൾ നാളെ വീണ്ടും നമുക്ക് മുന്നിൽ റിവിഷനായി വരുന്നതാണ്. പിന്നീട് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ വാക്കുകൾ നമുക്ക് മുന്നിൽ റിവിഷനായി വരും. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞും വീണ്ടും റിവിഷനായി വരും. ഈ രീതിയിൽ നാം ഒരിക്കൽ പഠിച്ച വാക്കുകൾ നിശ്ചിത ഇടവേളകളിൽ നമുക്ക് മുന്നിൽ റിവിഷനായി വരുന്നതിലൂടെ എത്ര പ്രയാസമുള്ള വാക്കുകളും ഈസിയായി ലോങ് ടേം മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. എത്ര പ്രയാസമുള്ള വാക്കുകളും സാധാരണ പഠന രീതികളെ അപേക്ഷിച്ച് 10 ഇരട്ടി വേഗത്തിൽ മനഃപ്പാടമാക്കാൻ ഈ മെത്തേഡ് നമ്മെ സഹായിക്കുന്നതാണ്. അറബിയിൽ പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതു പ്രായക്കാർക്കും ജോയിൻ ചെയ്യാവുന്ന ഏറ്റവും മികച്ച പഠന രീതിയാണിത്. ജോയിൻ ചെയ്യൂ. അറബിയെ കൈപ്പിടിയിലൊടുക്കൂ. ഓൾ ദ ബെസ്റ്റ്.